ഹായ്. അപ്പം ഞാൻ അങ്ങനെ വെറുതെ ഇരിക്കുന്നുണ്ട്. ഇനിയിപ്പം എന്താ ചെയ്യുക ആ ഒരു ഇതിൽ. അപ്പോഴാണ് പെട്ടെന്ന് ഒരു കൊറിയർ വന്നത്. കൊറിയർ അനുസരിച്ചേ അപ്പം ഇതാണ് ഞാൻ പറഞ്ഞ ആ കൊറിയർ. ഞാൻ ജസ്റ്റ് ഓപ്പൺ ആക്കി നോക്കിയാണ്. നമുക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടാവില്ല ഇതിനകത്ത് എന്താണ്. അപ്പോൾ ഇതൊരു ഡിഷ് വാഷാണ്. ഇത് ബ്രിക്സൽ എന്ന് പറഞ്ഞൊരു കമ്പനീൻ്റെ ഒരു പ്രൊഡക്റ്റാണ്. ഓലാണ് എനിക്കിത് സെൻഡ് ചെയ്തത്. അപ്പം നമുക്കത് ഉണ്ടാക്കേണ്ട വിധം നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഇതാണ് ബ്രിക്സലിൻ്റെ ഡിഷ് വാഷ് ലിക്വിഡ്. ആ ലിക്വിഡ് ഫസ്റ്റത്തെ സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ആ ലിക്വിഡ് 2 ലിറ്റർ ലിക്വിഡാണ്. ആ 2 ലിറ്റർ ലിക്വിഡ് നമ്മളൊരു ബക്കറ്റിലേക്ക് ഒഴിക്കുക. അതിന് ശേഷം ആ 2 ലിറ്റർ ലിക്വിഡിലേക്ക് 8 ലിറ്റർ ml വെള്ളം നമ്മൾ ആ ബക്കറ്റിലേക്ക് ഒഴിക്കണം. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യാം. പിന്നെ ഞാൻ ആ ബോട്ടിലൊന്ന് കുറച്ച് കുലുക്കിങ്ങാണ്ടും ഒഴിച്ചിനി. അതിൽ കുറച്ചും കൂടി ഒരു ഇത് ലിക്വിഡ് ബാക്കിയുണ്ടേനി. അതിന് ശേഷം ഇനി നമുക്ക് ഇതാണ് പെർഫ്യൂമും കളറും. ഈ കളർ നമുക്കൊരു ചെറിയൊരു കപ്പിലോ എന്തേ കലക്കിങ്ങാണ്ട് ഒഴിക്കണം കൂടുതൽ ബെറ്റർ. അതിൻ്റെ ശേഷം അതൊന്ന് മിക്സ് ചെയ്യാം ലിക്വിഡിലോട്ട്. പിന്നെ കുറച്ച് പെർഫ്യൂം ഒഴിച്ച് കുറച്ച് സ്മെല്ല് വേണമല്ലോ. ഇതൊരു ലെമണിൻ്റെ സ്മെല്ലായിനി. പിന്നെ അതും നല്ല അങ്ങോട്ട് മിക്സാക്കി സൈഡിലേക്ക് മാറ്റി വെച്ച് പിന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇടയ്ക്കൊന്ന് കൈയൊക്കെ ഇട്ട് നോക്കി അത് കുറച്ച് തിക്കാണോ എന്നൊക്കെ തിക്കാവുണ്ടോ എന്ന് നോക്കണമല്ലോ. പിന്നെ 24 hours ഇതിൻ്റെ ടൈം. അപ്പോൾ 24 hours ശേഷം ഉള്ള ഒരു ഇതാണ് കാണുന്നത്. ഇത് നല്ല തിക്കായിട്ടുള്ളതാണ്. പിന്നെ ഈ 2 ബോട്ടിലൊന്നുമല്ല, കുറച്ചും കൂടി ബോട്ടിൽ ഉണ്ട്. അപ്പോൾ ഇത്ര കുപ്പി നമുക്ക് കിട്ടി. ഇത്ര കുപ്പി എന്നല്ല, ഇനിയുണ്ട് ജസ്റ്റ് ഒരു 2-3 കുപ്പിയും അതേമാതിരി കുറച്ചൊരു വലിപ്പമുള്ള ഒരു 5 ലിറ്ററിൻ്റെ ഒരു ക്യാനും. ആ ക്യാനിലാക്കിക്കാണ്. ഫുൾ എനിക്ക് പൊന്താത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ എടുത്തേക്കാണ്. അപ്പോൾ ഇത് ഇനി വേണ്ടിയവർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്പർ ഞാൻ താഴെ കൊടുക്കാം. അപ്പോൾ ഓക്കെ, ബൈ.